വെൽക്കം ടു ആർ കെ ക്ലാസ്. നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് മിസ് എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് ആണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ബാൽവിൻ, നോമിത അല്ലെങ്കിൽ അജിത്. ഇതിൽ മൂന്നിൽ ആരുടെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ആണ് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെ. ഈ പ്രാവശ്യം മോഡൽ എക്സാമിനും നിങ്ങൾക്ക് ബാൽവിൻ്റെതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ക്യാരക്ടറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്, അല്ലാതെ സ്റ്റോറിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യല്ല, സമ്മറി ആയിട്ട് എഴുതി വെക്കല്ല കേട്ടോ. ആ ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള ഇവന്റ്സ് എഴുതി വെക്കല്ല, ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെ. ഇപ്പൊ എങ്ങനത്തെ ക്യാരക്ടർ ആണ്, ഗുഡ് ക്യാരക്ടർ ആണോ, ബാഡ് ക്യാരക്ടർ ആണോ, ആളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, കൈൻഡ് ഹാർട്ടഡ് ആണോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്രൂവൽ ആണോ, ആക്രി ആണോ, എന്തൊക്കെയാണ് അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ, ഇത് ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി അവർക്ക് എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പൊ നമ്മുടെ പല ക്യാരക്ടേഴ്സിനും പണ്ട് ഇങ്ങനെ ആയിരുന്നു, അവരുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ലെ. പക്ഷെ ഇതുപോലെ അവർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നമ്മുടെ സ്റ്റോറിയിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി ഹൗ ദേ ചേഞ്ച്ഡ് ഓർ ഇവോൾവ്, ഇനി ആ ഒരു ക്യാരക്ടറിന് ആ ഒരു സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോമിതന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നോമിത ഫസ്റ്റ് ഒരു മീക്ക് ആൻഡ് വെരി ടിമിഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഭയങ്കര ഒരു കറേജിയസ് ആയിട്ട്, ഭയങ്കര ഫയർ ആയി, ബ്രേവ് ആയി മാറുന്നുണ്ട് അല്ലെ. സോ ആ ഒരു സ്റ്റോറി ലൈനില് എന്തെങ്കിലും ഒരു ചേഞ്ച് ആ ക്യാരക്ടറിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി their impact those around them, ആ ഒരു ക്യാരക്ടർ കാരണം മറ്റുള്ളവരിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്. ഓക്കെ, ഇനി അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അവർ കാണാൻ എങ്ങനെയാണ്, അവരുടെ മീൻസ് അപ്പിയറൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അവർ ഉപയോഗിക്കുന്ന വസ്ത്രം, ആ ഒരു ഔട്ട്ലുക്ക്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ചാപ്റ്റർ വായിക്കുമ്പോൾ പല പല അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പല പല അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇപ്പൊ പ്രിൻസിപ്പളുടെ മാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബാൽവിനെ. സോ ഇതുപോലെയുള്ള അഡ്ജക്റ്റീവ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് ഇത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാം. ആൻഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. ഒരുപാട് ആ സ്റ്റോറിന്റെ സമ്മറി മൊത്തം എഴുതി വെക്കാതെ ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്ലിയർ ആൻഡ് ഷോർട്ട് ആയിരിക്കണം നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. സോ ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിന് റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റോബർട്ട് ബാൽവിൻ ഇൻ ദ ആർ ഓഫ് ട്രൂത്ത് സ്റ്റാൻഡ്സ് ആസ് ആൻ എപ്പിറ്റം ഓഫ് ഓണസ്റ്റി ത്രൂ ഔട്ട് ദ പ്ലേ. അല്ലെ, ഓണസ്റ്റി എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതരുത്. ഹിസ് ഡിസിഷൻ ആർ നെവർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫൈനാൻഷ്യൽ ഓഫേഴ്സ്. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൽവിൻ. ഓക്കെ, സോ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബാൽവിൻ നോക്കാം. ബാൽവിൻ ഈസ് ആൻ ഓണസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾഡ് മാൻ. അല്ലെ, അപ്പൊ ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് പറയുമ്പോൾ ഓണസ്റ്റും പ്രിൻസിപ്പിൾഡും ആയിട്ടുള്ള ആളാന്ന് പറയാതെ ബാക്കി അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇവന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് എന്തില്ല, നമുക്ക് മാർക്ക് കിട്ടില്ല. അവരുടെ ക്വാളിറ്റീസ് എന്തായാലും മെൻഷൻ ചെയ്യണം. ഹി വർക്ക്സ് ആസ് ആൻ ബാങ്ക് സെക്രട്ടറി ആൻഡ് ബിലീവ്സ് ഇൻ ഓൾവേസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് എപ്പോഴും റൈറ്റ് തിങ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം, ആൻഡ് ഒരു കള്ളത്തരം കാട്ടരുത് എന്നൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ് ആര്, ബാൽവിൻ. ഈവൻ ദോ ഹി ഈസ് നോട്ട് പെയ്ഡ് വെൽ ആൻഡ് സ്ട്രഗിൾസ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി, ഹി വാല്യൂസ് ട്രൂത്ത് ആൻഡ് ഇന്റഗ്രിറ്റി മോർ ദാൻ മണി. ഓക്കെ, അപ്പോ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ട്രൂത്തും ഇന്റഗ്രിറ്റിയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കുന്നില്ല. മണീനേക്കാളും അതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ നൽകുന്നുണ്ട്. When his boss Mr. Gresham offers him a large bribe to lie in court, Balvin refuses. Like അദ്ദേഹത്തിന്റെ ബോസ് ആയിട്ടുള്ള ഗ്രഷാം ഒരു ബ്രൈബ് ചെയ്തത്, ഒരു കറപ്ഷൻ അല്ലെ, ഒരു പൈസ ബാങ്ക് ഒരു മീൻസ് തിരിമറി നടത്താണ്. അപ്പൊ അതിന് എതിരെ കോർട്ടിൽ പറയാതിരുന്നാൽ, അല്ലെങ്കിൽ കോർട്ടിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കള്ളം പറഞ്ഞാല് ബാൽവിന് വലിയൊരു എമൗണ്ട് തരാമെന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഹി റെഫ്യൂസസ് ദാറ്റ്. പക്ഷെ അതിന് അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഹി നോസ് ദാറ്റ് ആക്സെപ്റ്റിംഗ് ദ ബ്രൈബ് വുഡ് ഗോ അഗെയിൻസ്റ്റ് ഹിസ് മോറൽസ്. അദ്ദേഹത്തിന്റെ മോറൽസും വാല്യൂസും ഒക്കെയാണ് ഇമ്പോർട്ടന്റ്. സോ ആ ഒരു ബ്രൈബ് ആക്സെപ്റ്റ് ചെയ്താൽ, ആ ഒരു കൈക്കൂലി ആക്സെപ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ മോറൽസിൽ അഗെയിൻസ്റ്റ് ആവും അതെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ബാൽവിൻ ഈസ് ഓൾസോ വെരി ലോയൽ ആൻഡ് റെസ്പോൺസിബിൾ. ഹി ലവ്സ് ഹിസ് ഫാമിലി ആൻഡ് വാണ്ട്സ് ടു ടേക്ക് കെയർ ഓഫ് ദം, but he cannot compromise his honesty.
Even when they pressure him to accept the money, he is calm, thoughtful and strong in his decision. അപ്പോൾ ഒരുപാട് തവണ അവരുടെ ഫാമിലി ഒക്കെ അവനെ പെർസ്യൂ ചെയ്തിട്ട് ആ മണി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഡിസിഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ബാൽവിൻസ് ക്യാരക്ടർ ടീച്ചേഴ്സ് us the importance of staying truthful and standing by our values no matter how difficult the situation is. അല്ലേ? അപ്പൊ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും നമ്മൾ നമ്മുടെ വാല്യൂസിലും ട്രൂത്തിലും ഒക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊക്കെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ബാൽവിൻ. സോ ഇതില് ബാൽവിന്റെ ക്വാളിറ്റീസ് പറയണം. പിന്നെ ആ നടന്ന ഇവന്റ്സ് നമ്മൾ പറഞ്ഞു, ലൈക് ഗ്രഷാമിന് ബ്രൈബ് കൊടുത്തതും ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഇവന്റ്സും ഫാമിലി പെർസ്യൂ ചെയ്യാൻ നോക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയും ക്യാരക്ടേഴ്സിനെയും ഒക്കെ അവരുടെ നെയിം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉള്ളത് റോബർട്ട് ബാൽവിൻ, നോമിത, അജിത്ത്, അതുപോലെ തന്നെ നമ്മുടെ രത്നന്റെ ക്യാരക്ടേഴ്സ് സ്കെച്ച് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും ക്യാരക്ടേഴ്സിനെ നിങ്ങൾ ഒന്ന് അവരുടെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. സോ ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ സ്കെച്ച്. സോ എല്ലാവർക്കും ഈസി ആയിട്ട് ക്യാരക്ടർ സ്കെച്ച് വന്ന് എഴുതാൻ പറ്റട്ടെ. 6 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ 6 മാർക്സിനാകുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഫുൾ പേജ്, ഒരു 1 പേജ് ഫുള്ള് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ആൻഡ് സ്റ്റോറി എഴുതുന്നതിനേക്കാളും കൂടുതൽ അവരുടെ അഡ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും ക്വാളിറ്റീസും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ ഇത്രയാണ് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് ടോൾഡ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിന് റിപ്ലൈ തരാം. വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. So love you all the best for your exam. Bye.